ശ്രീ ലാൽകുമാർ, ഇപ്പോൾ ഈ മതേതര ചേരിയുടെ വക്താക്കളിൽ ഒരു പ്രമുഖനായ നേതാവ് അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ ശരിയാണ്, 2004 ഒന്നാം UPA സർക്കാരിന്റെ രൂപീകരണത്തിൽ സുർജിത്തിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ഒരു പ്രമുഖ നേതാവാണ് സീതാറാം യെച്ചൂരി. അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ നിലപാട് അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാട് ആ സമയത്ത് UPAക്ക് എതിരെയാകുമ്പോൾ ശക്തമായ രീതിയിൽ തന്നെ അന്നത്തെ കേന്ദ്ര ഭരണത്തിനെതിരെ പ്രതികരിക്കുവാനും കഴിഞ്ഞിരുന്നു. പിന്നെ തിരിച്ച് BJP അധികാരത്തിൽ വരുന്ന സമയത്ത് രണ്ടാം ഊഴത്തിലേക്ക് പോയ സമയമൊക്കെ ആയപ്പോഴേക്കും പിന്നീട് വീണ്ടും ഒരു മതനിരപേക്ഷ ചേരി പടുത്തുയർത്തുന്നതിലുള്ള പ്രാധാന്യം അത് അത്ര എളുപ്പമായ ഒരു കാര്യമല്ലായിരുന്നുവല്ലോ, അങ്ങനെ ഒരു ചേരിക്കൊപ്പം നിൽക്കുക എന്നുള്ളത്. കാരണം സംസ്ഥാനങ്ങളിൽ ഒരു നിലപാടും കേന്ദ്രത്തിൽ മറ്റൊരു നിലപാടും സ്വീകരിക്കുക എന്നുള്ളത് ഒരു പാർട്ടിയെ നയിക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം വിഷമകരമായ ഒരു കാര്യം തന്നെയാണ്. അതിൽ ആശയപരമായിട്ട് അംഗീകാരം നേടിയെടുക്കുക സ്വന്തം പാർട്ടി ഫോറത്തിൽ എന്നുള്ളത്, അത് പക്ഷേ വിജയകരമായി നിർവഹിക്കുവാൻ യെച്ചൂരിക്ക് കഴിഞ്ഞുവെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഒരു സവിശേഷ സ്ഥാനം തന്നെ അത് അംഗബലത്തിൽ ഇല്ലെങ്കിൽ പോലും ആ ഒരു പിന്തുണയുടെ കാര്യത്തിൽ നേടിയെടുക്കുവാനായിട്ട് യെച്ചൂരിക്ക് കഴിഞ്ഞു, പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സീതാറാം യെച്ചൂരി എന്ന ഒരു രാഷ്ട്രീയക്കാരൻ, സീതാറാം യെച്ചൂരി എന്ന സഖാവിന്റെ ഈ രാജ്യത്തിനോടുള്ള കൂറ്, ഈ രാജ്യത്തിനുള്ള കോൺട്രിബ്യൂഷൻ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇത്ര സുവ്യക്തമായി മുന്നോട്ട് വെച്ചിരിക്കുന്ന മറ്റൊരു നേതാവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊന്നു സീതാറാം യെച്ചൂരിയെ പോലെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ എങ്ങനെ നമുക്ക് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇടപെടാം എന്ന് വ്യക്തമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ, ഒരു ജനാധിപത്യവാദിയെ ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ വളരെ ലൂസിഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഉള്ള ഒരു ജീവിത ചരിത്രം സീതാറാം യെച്ചൂരിക്കുണ്ട്. താങ്കൾ പറഞ്ഞ ചോദ്യത്തിൽ തന്നെ ഞാൻ തുടങ്ങാം. അതൊരു ബ്രീഫ് ഇൻട്രോ ഞാൻ എടുത്തു എന്ന് മാത്രമേ. താങ്കൾ പറഞ്ഞത് ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും തമ്മിൽ വരുമ്പോൾ എപ്പോഴും CPM കോൺഗ്രസിന്റെ കാര്യത്തിലുണ്ട്. അത് CPM മാത്രമല്ല, കോൺഗ്രസും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അത് ഇപ്പൊ നമ്മുടെ CPM ഒരു വലിയ അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമായി അതിനെ കാണാൻ പാടില്ല. കോൺഗ്രസുമായിട്ട് അലയൻസ് ഉള്ള ഒരുപാട് സ്ഥലങ്ങൾ CPM ആണ്. അത് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാണ്. മതനിരപേക്ഷത എന്ന് പറയുന്നത് ഉയർത്തിപ്പിടിക്കേണ്ട എല്ലാ ആൾക്കാരുടെയും ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ ആ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. അത് നമുക്കൊരു ആഭ്യന്തര പ്രശ്നമായി മാറി എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ കേരളത്തിലെ ആഭ്യന്തര പ്രശ്നം തന്നെ ആയിരുന്നു. പക്ഷെ അതിനെയൊക്കെ വളരെ വ്യക്തമായി സോൾവ് ചെയ്യുന്ന കാര്യത്തിൽ, അതൊന്നും ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന കാര്യത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷ ചേരിയോടൊപ്പം നിൽക്കുന്നതിൽ CPM ഒരിക്കലും ഒരു സംശയം ഉണ്ടായിട്ടില്ല. അത് ജനറൽ സെക്രട്ടറിയുടെ തീരുമാനം മാത്രമല്ല, അത് CPM തീരുമാനം കൂടിയാണ്. പക്ഷെ അതിന് എത്ര നല്ല രീതിയിൽ അവരെ കോൺഫിഡൻസിൽ എടുക്കാൻ ജനറൽ സെക്രട്ടറിക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് നേതാക്കന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫൈൻ റിലേഷൻഷിപ്പ് അത് എത്രമാത്രം ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് ആ ആസ്പെക്ട് ഞാൻ അംഗീകരിച്ചാൽ മതിയാവും. ഇപ്പം ഹർകിഷൻ കിങ് സുർജിത്തിനെ പോലെ ഉണ്ടായിരുന്ന അത്രയും ഫൈൻനെസ് ഉള്ള ഒരു ഡിപ്ലോമാറ്റിക് ലെവലിൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡറായിരുന്നു സീതാറാം യെച്ചൂരി. നോക്കൂ, അദ്ദേഹത്തിന്റെ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ബന്ധം. രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോൾ വളരെ ശക്തമായി പിണറായി വിജയനെ എതിർക്കുന്നു. എതിർത്തേ മതിയാവും. കാര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയവുമായിട്ട് എതിർത്ത് നിൽക്കുന്നു, കൊമ്പ് കോർക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എതിർക്കണം. പക്ഷെ അപ്പോൾ പോലും അദ്ദേഹത്തിന്റെ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഒരു എമിനന്റ് ഡേഞ്ചറായി നിൽക്കുന്ന BJP അല്ലെങ്കിൽ RSS ശക്തികളെ നേരിടുന്നതിന് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന, അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോം വളരെ വലുതാണ്. ഞാൻ ഓർക്കുന്നു, കരൺ താപ്പറിന് അദ്ദേഹം കൊടുത്ത ഒരു ഇന്റർവ്യൂവില് സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുസ്ലിങ്ങളോട് പറയുന്നുണ്ടോ ഇതൊരു ആന്റി മുസ്ലിം ലോ ആണ് എന്നുള്ള ചോദ്യത്തിന്റെ അദ്ദേഹത്തിന്റെ മറുപടി, സീതാറാം യെച്ചൂരിയുടെ മറുപടി വളരെ രസകരമായ മറുപടിയാണ്. ഞാന് മുസ്ലിങ്ങളോടല്ല പറയുന്നത്, രാജ്യത്തോടാണ് പറയുന്നത്, ഇന്ത്യക്കാരോടാണ് പറയുന്നത്. ഇത് ആന്റി ഇന്ത്യൻ ആണ്, ഇത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. എനിക്ക് മുസ്ലിങ്ങളോട് മാത്രമായി ഒന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ അവിടുന്ന് അല്ലെങ്കിൽ പാർലമെന്റിൽ നിന്ന് അദ്ദേഹം വിടവരിയുമ്പോൾ ഉള്ള ഒരു പ്രസംഗം, അതിനകത്തും വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു എക്സാമ്പിൾ ആക്കിക്കൊണ്ട് പറയുന്നു. അപ്പൊ അത്രത്തോളം നല്ല രീതിയിൽ
പ്രാക്ടിക്കൽ എക്സാമ്പിൾസോടുകൂടി നമ്മുടെ മുന്നിലേക്ക് പറയുന്ന ഒരാളാണ്. മഞ്ജുഷ, ഞാനൊരു കാര്യം പറയാം, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഐഡിയയെ ഏറ്റവും സിമ്പിളായി പറയുന്നവനാണ് രാഷ്ട്രീയക്കാരൻ. അതിനൊരു സംശയം വേണ്ട. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു അയാള് രാഷ്ട്രീയത്തിൽ നിന്ന് ഒത്തിരി മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് ഒത്തിരി മാറി നിൽക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്രയും ഫൈൻനെസ്, ഇപ്പം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് എടുക്കുക, ഓരോ സെന്റൻസും ഒരു സാധാരണ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാവുന്ന ഒരാൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കുന്ന രീതിയിൽ കോംപ്ലിക്കേറ്റഡ് സഫിസ്റ്റിക്കേറ്റഡ് വേർഡ്സ് ഒന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായി ഒരു കാര്യം പ്രസന്റ് ചെയ്യുക. അങ്ങനെ ആയിരിക്കണം ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളതാണ്. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, പി ചിദംബരം പാർലമെന്റിലെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം എന്തോ ഒരു കോംപ്ലിക്കേറ്റഡ് ഐഡിയ മുന്നോട്ട് വെച്ചു. അത് ഒരു കോംപ്ലിക്കേറ്റഡ് ഭാഷയിൽ, ഒരു ഫ്ലവറി ലാംഗ്വേജിൽ മുന്നോട്ട് വെച്ചു. അന്ന് അദ്ദേഹത്തിനെ ഗൈഡ് ചെയ്തത് സോംനാഥ് ചാറ്റർജിയാണ്, നൺ അതർ ദാൻ സോംനാഥ് ചാറ്റർജി. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ സംസാരിക്കുന്നത് രാജ്യത്തിന്റെ ജനങ്ങൾക്ക് മനസ്സിലാകാനുള്ള, പാവങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഒരു ഭാഷയാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഉപയോഗിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതേ രീതി അപ്പം ചിദംബരത്തിനോട് പറഞ്ഞ ചിദംബരം പിന്നീട് ഓർക്കുന്നുണ്ട്, സോമനാഥ് ചാറ്റർജി പറഞ്ഞു അദ്ദേഹത്തിന്റെ ലീനേജിൽ വരുന്ന സീതാറാം യെച്ചൂരിക്കും ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. മാർക്സിസം എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ഐഡിയയെ ഇത്ര സിമ്പിളായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരാൾ, അത് എങ്ങനെ പ്രവർത്തിക്കണം, ഏത് രീതിയിലാണ് ജനങ്ങൾ അതിൽ ഇടപെടേണ്ടത്, നേതാക്കന്മാരെങ്ങനെയാണ് ഇടപെടേണ്ടത്, കർഷക സമരത്തിനകത്ത്, CAA കാര്യത്തില് ഒറ്റ ഒരു ഉദാഹരണം നിങ്ങൾ നോക്കൂ. കാശ്മീർ മൊത്തം ലോക്ക്ഡൌൺ ആയിരിക്കുന്ന സമയം, ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞാൽ ഞാൻ കോവിഡ് ലോക്ക്ഡൌണിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, കാശ്മീരിനെ ഡിസെൻഫ്രാഞ്ചൈസ് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, ഈ പറയുന്ന ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്ത സമയം. അന്ന് അദ്ദേഹം കണ്ടെത്തിയ മാർഗം എന്താ? ഇന്ത്യയിൽ ആരും കണ്ടെത്താത്ത ഒരു മാർഗം. തരഗാമിയെ കാണാനായിട്ട് അദ്ദേഹം ഹേബിയസ് കോർപ്പസ് കൊടുത്ത് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ കാശ്മീരിലേക്ക് യാത്ര ചെയ്തു. അത് കൊടുക്കുന്ന, ഈ രാജ്യത്തിന് കൊടുക്കുന്ന, ഒരു മനുഷ്യന്റെ, ഒരു ജനാധിപത്യവാദി കൊടുക്കുന്ന ഒരു വലിയ മെസ്സേജാണ്. അങ്ങനെയുള്ള മെസ്സേജ് കൊടുക്കാൻ എല്ലാ പൊളിറ്റീഷ്യനും, ഞാൻ പറഞ്ഞില്ല, ഈ പൊളിറ്റിക്സിനെ വാച്ച് ചെയ്യുന്ന, പൊളിറ്റിക്കൽ ക്ലാസ് ആയി നിൽക്കുന്ന ഓരോരുത്തർക്കും ഒരുപാട് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ഫൈൻനെസിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴും ഒരു കാര്യം കൂടെ ഓർപ്പിക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം മറ്റാൾക്കാരുമായി വെക്കുന്ന റിലേഷൻഷിപ്പ്. ഇപ്പം സീതാറാം യെച്ചൂരി ഒരു പ്രസംഗം നടത്തി കഴിഞ്ഞാൽ അരുൺ ജെയ്റ്റ്ലിയെ പോലുള്ള BJP നേതാക്കന്മാർ പിന്നെ റെഫർ ചെയ്യുമ്പോൾ സീതാറാം യെച്ചൂരിയെ വലിയ റിഗാർഡോടുകൂടിയാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഓരോ ഘട്ടങ്ങൾ വരുമ്പോൾ പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഈ പറഞ്ഞ അപ്പുറത്ത് നിൽക്കുന്ന ആളെ വളരെ ശക്തമായി രാഷ്ട്രീയത്തിൽ എതിർക്കുന്ന ഘട്ടത്തിൽ പോലും വ്യക്തിപരമായി വളരെ നല്ല ബന്ധം സൂക്ഷിക്കാനും ശരിയാണ്. യാതൊരു സംശയവുമില്ല. ഇന്ന്